Dear students, our next topic is Fourier cosine and sine transforms. നമ്മൾ ഫിരിയർ കൊസൈൻ ഇൻറ്റഗ്രൽ ഫിരിയർ സൈൻ ഇൻറ്റഗ്രൽ ഒക്കെ കണ്ടില്ലേ. അപ്പോൾ അതുപോലെ നെക്സ്റ്റ് ഫിരിയർ കൊസൈൻ ട്രാൻസ്ഫോം, അതുപോലെ തന്നെ ഫിരിയർ സൈൻ ട്രാൻസ്ഫോം. അപ്പോൾ നമുക്ക് ആദ്യം ഫിരിയർ കൊസൈൻ ട്രാൻസ്ഫോം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ ഫിരിയർ കൊസൈൻ ട്രാൻസ്ഫോം ഈവൻ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക. അതാണ് ആദ്യം എഴുതിയേക്കുന്നത്. ഫിരിയർ കൊസൈൻ ട്രാൻസ്ഫോംസ് കൺസേൺസ് ഈവൻ ഫങ്ഷൻസ് എഫ് ഓഫ് എക്സ്. അപ്പോൾ നമ്മളിവിടെ ഈവൻ ഫങ്ഷനായ ഒരു എഫ് ഓഫ് എക്സ് ആണ് എടുക്കുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈവൻ ആണെങ്കിൽ നമുക്കറിയാം ഫിരിയർ കൊസൈൻ ഇൻറ്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് നമുക്ക് കിട്ടും. എങ്ങനെ കിട്ടും? ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എ ഒമേഗ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഈവൻ ഫംഗ്ഷൻ്റെ ഫിരിയർ കൊസൈൻ ഇൻ്റഗ്രൽ. ഇനി ഇതിനകത്ത് നമ്മൾ എ ഒമേഗ എങ്ങനെ കിട്ടും? എ ഒമേഗ എന്ന് പറഞ്ഞാൽ 2/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് വി കോസ് ഒമേഗ വി ഡി വി എന്നാണ് കിട്ടുക. ഓക്കെ, എ ഒമേഗയുടെ വാല്യൂ ആണ് എഴുതിയേക്കുന്നത്. ഇനി ഇവിടെ തന്നെ നമ്മൾ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് എ ഒമേഗ ഈക്വൽ ടു റൂട്ട് 2/π. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എ ഒമേഗ ഈക്വൽ ടു റൂട്ട് 2/π ഇൻറ്റു എഫ് സി ക്യാപ്പ് ഓഫ് ഒമേഗ. ഓക്കെ, ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ എന്താ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വി സെറ്റ് എ ഒമേഗ ഈക്വൽ ടു റൂട്ട് 2/π ഇൻറ്റു എഫ് സി ക്യാപ്പ് ഓഫ് ഒമേഗ. അപ്പോൾ ഈ എഫ് സി ക്യാപ്പിലെ ഈ സി ഉണ്ടല്ലോ, സി എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? കൊസൈനിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ എഫ് ഓഫ് എക്സ് എങ്ങനെ എഴുതാം? അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സിനെ എഴുതാൻ പറ്റുക ഇൻ്റഗ്രൽ എ ഒമേഗയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? എഫ് ഓഫ് എക്സിൻ്റെ എക്സ്പ്രഷൻ ഇതായിരുന്നു. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എ ഒമേഗ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ. അപ്പോൾ എ ഒമേഗയ്ക്ക് പകരം റൂട്ട് 2/π ഇൻറ്റു എഫ് സി ക്യാപ്പ് ഒമേഗ എന്ന് വരും. ബാക്കി അങ്ങനെ തന്നെ. അപ്പം ആ റൂട്ട് 2/π എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഇൻ്റഗ്രേഷന് പുറത്തെടുത്തത്. ബാക്കി എഫ് സി ക്യാപ്പ് ഒമേഗ എന്നുള്ള ഇൻ്റഗ്രേഷൻ്റെ അകത്ത് തന്നെ എഴുതുന്നു. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, എഫ് സി ക്യാപ്പ് ഒമേഗ നമുക്ക് എങ്ങനെ കിട്ടും എന്നാണ് പറയുന്നത്. എഫ് സി ക്യാപ്പ് ഒമേഗ നമുക്ക് കിട്ടുക റൂട്ട് 2/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ് എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്? ആദ്യം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നൊരു ഈവൻ ഫംഗ്ഷൻ എടുക്കുന്നു. അതുകൊണ്ട് നമുക്കതിൻ്റെ കൊസൈൻ ഇൻ്റഗ്രൽ കിട്ടും, ഫിരിയർ കൊസൈൻ ഇൻ്റഗ്രൽ കിട്ടും. ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എ ഒമേഗ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ എന്ന് കിട്ടും. ഇനി എ ഒമേഗയുടെ വാല്യൂ ഇങ്ങനെയാണ് കിട്ടുക. നമ്മൾ വീണ്ടും എ ഒമേഗയ്ക്ക് തന്നെ ഒരു വാല്യൂവും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? എ ഒമേഗ ഈക്വൽ ടു, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, റൂട്ട് 2/π ഇൻറ്റു എഫ് സി ക്യാപ്പ് ഒമേഗ. ഈ എഫ് സി ക്യാപ്പ് ഒമേഗ നമ്മൾ കണ്ടുപിടിച്ച് വരുമ്പോൾ നമുക്ക് ഈ വാല്യൂ ആണ് കിട്ടുക. റൂട്ട് 2/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സിന് നമ്മൾ ഇങ്ങനെ വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുന്നുണ്ട്. അപ്പോൾ തൽക്കാലം നമുക്ക് എഫ് സി ക്യാപ്പ് ഒമേഗയാണ് വേണ്ടത്. ഈ എഫ് സി ക്യാപ്പ് ഒമേഗയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിരിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ്. മനസ്സിലായോ? എഫ് സി ക്യാപ്പ് ഒമേഗയെ വിളിച്ച പേരാണ് ഫിരിയർ. അപ്പോൾ എഫ് സി ക്യാപ്പ് ഒമേഗ എന്നുള്ള ആ സി എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? കൊസൈൻ എന്നുള്ളതിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എഫ് സി ക്യാപ്പ് ഒമേഗയാണ് ഫിരിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ്. അതെങ്ങനെ കിട്ടും? ആ ഫോർമുലയാണ് നമ്മളിവിടെ എഴുതിയേക്കുന്നത്. 1a എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ ഫോർമുലയാണ്. റൂട്ട് 2/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ്. അത് ഉപയോഗിച്ച് നമ്മൾ എഫ് ഓഫ് എക്സിനെ വീണ്ടും റീറൈറ്റ് ചെയ്തേക്കുവാണ്. ഓക്കെ, ഇനി തിരിച്ച് എഫ് ഓഫ് എക്സിൻ്റെ ഈ എക്സ്പ്രഷൻ ഉണ്ടല്ലോ, 1b എന്നുള്ള എക്സ്പ്രഷൻ, ആ എക്സ്പ്രഷനിലുള്ള എഫ് ഓഫ് എക്സിനെ വിളിക്കുന്നത് ഇൻവേഴ്സ് ഫിരിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് എഫ് സി ക്യാപ്പ് ഒമേഗ എന്നാണ്. ക്ലിയർ ആണോ? അതിവിടെ എഴുതിയിട്ടുണ്ട്. ആദ്യത്തേത് ഫിരിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ്, രണ്ടാമത്തേത് ഇൻവേഴ്സ് ഫിരിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് എഫ് സി ക്യാപ്പ് ഒമേഗ. അതായത് എഫ് സി ക്യാപ്പ് ഒമേഗ എന്നുള്ളത് ഫിരിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ്. ഇനി തിരിച്ച് എഫ് ഓഫ് എക്സ് എന്നുള്ളത് ഇൻവേഴ്സ് ഫിരിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് എഫ് സി ക്യാപ്പ് ഒമേഗ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ നമ്മൾ ആദ്യത്തേത്
ഫിരിയർ കൊസൈൻ ട്രാൻസ്ഫോം എന്നും രണ്ടാമത്തത് ഇൻവേഴ്സ് ഫിരിയർ കൊസൈൻ ട്രാൻസ്ഫോം എന്നും വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഫോർമുലയും പഠിച്ചു വയ്ക്കുക കേട്ടോ. ഡെറിവേഷൻ വേണ്ട, ഇതിൻ്റെ ഫോർമുല പഠിച്ചു വയ്ക്കുക. എഫ് സി ക്യാപ്പ് ഒമേഗയുടെ ഫോർമുല എന്താണ്, എഫ് സി ക്യാപ്പ് ഒമേഗ ഉപയോഗിച്ച് നമ്മൾ എഴുതുന്ന എഫ് ഓഫ് എക്സിൻ്റെ ഫോർമുല എന്താണ്. അപ്പോൾ എഫ് സി ക്യാപ്പ് ഒമേഗയാണ് ഫിരിയർ കൊസൈൻ ട്രാൻസ്ഫോം, എഫ് ഓഫ് എക്സ് ഇൻവേഴ്സ് ഫിരിയർ കൊസൈൻ ട്രാൻസ്ഫോം ആണ്. അടുത്ത് ഇതുപോലെ തന്നെ നമുക്ക് ഫിരിയർ സൈൻ ട്രാൻസ്ഫോം എഴുതാം. അപ്പോൾ ഫിരിയർ സൈൻ ട്രാൻസ്ഫോം കൺസേൺസ് വിത്ത് എന്തായിരിക്കും, ഓഡ് ഫംഗ്ഷൻ ആയിരിക്കും. എനിക്ക് തോന്നുന്നു ആ നോട്ടിൽ നമ്മൾ അവിടെയും ഈവൻ ഫംഗ്ഷൻ എന്ന് അത് തെറ്റിപ്പോയതാണ്. ഈവൻ ഫംഗ്ഷൻ അല്ല, അത് ഫിരിയർ സൈൻ ട്രാൻസ്ഫോമിൻ്റെ കേസിൽ ഓഡ് ഫംഗ്ഷനാണ് എടുക്കേണ്ടത്. അപ്പോൾ എങ്ങനെ കിട്ടും, ഇതുപോലെ തന്നെയാണ്. നമ്മളെങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, അവിടെ ബി ഓഫ് ഒമേഗയാണ്, ബി ഒമേഗയെ നമ്മൾ √2/π എഫ് എസ് ക്യാപ്പ് ഒമേഗ. അപ്പോൾ ആ എഫ് എസ് ക്യാപ്പ് ഒമേഗയിൽ എസ് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, സൈൻ എന്നുള്ളതിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഫോർമുല കിട്ടുക. എഫ് എസ് ക്യാപ്പ് ഓഫ് ഒമേഗ ഈക്വൽ ടു √2/π ഇൻ്റഗ്രൽ 0 to ∞ എഫ് ഓഫ് എക്സ് സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ, ഇവിടെ കോസ് ഒമേഗ എക്സ് ആണ് വരുന്നത്, ഇവിടെ സൈൻ ഒമേഗ എക്സ് ആണ് വരുന്നത്, ബാക്കിയെല്ലാം സെയിം ആണ്. ഓക്കെ, ആ സൈൻ എന്നുള്ളത് ഇവിടെ കോസ് ആയിട്ട് മാറും. അങ്ങനെ ആ സൈൻ കോസ് എന്നുള്ള വ്യത്യാസം മാത്രമേ ഈ ഫോർമുലാസ് രണ്ടും തമ്മിൽ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേര്, ഈ എഫ് എസ് ക്യാപ്പ് ഒമേഗയെ വിളിക്കുന്ന പേര് ഫ്യൂരിയർ സൈൻ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ ഫ്യൂരിയർ സൈൻ ട്രാൻസ്ഫോമാണ് ഇത്. ഇനി നേരെ തിരിച്ച് എഫ് ഓഫ് എക്സ് എങ്ങനെ കിട്ടും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ √2/π ഇൻ്റഗ്രൽ എഫ് എസ് ക്യാപ്പ് ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. ഈ എഫ് ഓഫ് എക്സിനെ വിളിക്കുന്ന പേര് ഇൻവേഴ്സ് ഫ്യൂരിയർ സൈൻ ട്രാൻസ്ഫോം ഓഫ് എഫ് എസ് ക്യാപ്പ് എന്നാണ്. അപ്പോൾ മനസ്സിലായോ എന്തൊക്കെയാണ് നമ്മുടെ ഫോർമുലാസ്. എഫ് സി ക്യാപ്പ് ഒമേഗ എന്നുള്ളത് എന്താണ്, ഫ്യൂരിയർ കൊസൈൻ ട്രാൻസ്ഫോം. ഇനി എഫ് എസ് ക്യാപ്പ് ഒമേഗ എന്നുള്ളത് എന്താണ്, അത് ഫ്യൂരിയർ സൈൻ ട്രാൻസ്ഫോം. ഓക്കെ, ഇനി ഇത് ഉപയോഗിച്ച് എഴുതിയ എഫ് ഓഫ് എക്സ് എന്താണ്, അതായത് എഫ് സി ക്യാപ്പ് ഒമേഗ ഉപയോഗിച്ച് എഴുതിയ എഫ് ഓഫ് എക്സ് ഇൻവേഴ്സ് ഫ്യൂരിയർ കൊസൈൻ ട്രാൻസ്ഫോം. എഫ് എസ് ക്യാപ്പ് ഒമേഗ ഉപയോഗിച്ച് എഴുതിയ എഫ് ഓഫ് എക്സ് എന്താണ്, ഇൻവേഴ്സ് ഫ്യൂരിയർ സൈൻ ട്രാൻസ്ഫോം. അത്തരം കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്തത്. ഇനി വേറൊരു നൊട്ടേഷൻ കൂടി ഇവിടെ പറയുന്നുണ്ട്. എന്താണ്, നമ്മുടെ എഫ് സി ക്യാപ്പിനെ എങ്ങനെ എഴുതാം, സ്ക്രിപ്റ്റ് എഫ് സി ഓഫ് എഫ് എന്ന് എഴുതാം. അങ്ങനെ എഴുതാൻ കാര്യം എന്താ, എഫ് സി ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് ഫ്യൂരിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് എഫ് അല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതുക. അതുപോലെ തന്നെ എഫ് എസ് ക്യാപ്പിനെ എങ്ങനെ എഴുതാം, സ്ക്രിപ്റ്റ് എഫ് എസ് ഓഫ് എഫ് എന്നും എഴുതാം. ഓക്കെ, അപ്പം എഫ് സിയും എഫ് എസും എന്താണ്, ഇൻവേഴ്സ് ട്രാൻസ്ഫോംസ് ആണ്, ഇൻവേഴ്സ് ഫ്യൂരിയർ കൊസൈൻ ആൻഡ് സൈൻ ട്രാൻസ്ഫോംസ് ആണ്. ഈ രീതിയിലും നൊട്ടേഷൻ പറയാം. എഫ് സി ക്യാപ്പ് ഇൻവേഴ്സ് എന്നും എഫ് എസ് ക്യാപ്പ് ഇൻവേഴ്സസ് എന്നും പറഞ്ഞാൽ എന്താണ്, അത് എഫ് സിയുടെ ഇൻവേഴ്സിനെയും എഫ് എസിൻ്റെ ഇൻവേഴ്സിനെയും ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഏതൊക്കെ നൊട്ടേഷൻ പറഞ്ഞു, എഫ് സി ക്യാപ്പ് എഫ് എസ് എന്നുള്ള നൊട്ടേഷൻ പറഞ്ഞു. അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് നൊട്ടേഷനാണ് ഇവിടെ വീണ്ടും എഴുതിയേക്കുന്നത്. സ്ക്രിപ്റ്റ് എഫ് സി എന്ന് പറഞ്ഞാൽ എഫ് സി ക്യാപ്പ് തന്നെയാണ്, സ്ക്രിപ്റ്റ് എഫ് എസ് എന്ന് പറഞ്ഞാൽ എഫ് എസ് ക്യാപ്പ് തന്നെയാണ്. ഓക്കെ, ഒരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. ഫ്യൂരിയർ കൊസൈൻ ആൻഡ് ഫ്യൂരിയർ സൈൻ ട്രാൻസ്ഫോംസ് കണ്ടുപിടിക്കാനുള്ളതാണ്. ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മുടെ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് എന്താണ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ ഈഫ് 0 > x > a ആൻഡ് 0 ഈഫ് എക്സ് ഗ്രേറ്റർ ദാൻ എ. ഇപ്പോൾ നമ്മുടെ ലൈൻ ഇതാണ് 0 a. അപ്പോൾ 0 മുതൽ എ വരെയുള്ള സ്ഥലത്ത് ഇതിൻ്റെ വാല്യൂ കെ ആണ്, എക്ക് ശേഷം അങ്ങോട്ടുള്ള എല്ലാ സ്ഥലത്തും ഇതിൻ്റെ വാല്യൂ 0 ആണ്. അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത്. എയേക്കാൾ വലിയ എക്സുകൾക്കെല്ലാം എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 0 ആണ്, അല്ലാത്ത 0 മുതൽ എ വരെയാണ് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ കെ വരിക. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം, ഫ്യൂരിയർ സൈൻ ട്രാൻസ്ഫോമും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഫ്യൂരിയർ കൊസൈൻ ട്രാൻസ്ഫോമും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഫോർമുല, ഫ്യൂരിയർ കൊസൈൻ ട്രാൻസ്ഫോമിൻ്റെ ഫോർമുല എഫ് സി ക്യാപ്പ് ഓഫ് ഒമേഗ ഈക്വൽ ടു √2/π × ഇൻ്റഗ്രൽ 0 to ∞ ആണ്. അതിനെ നമുക്ക് ഇൻ്റഗ്രൽ 0 to a
പ്ലസ് ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എന്ന് എഴുതാമല്ലോ. പക്ഷേ എ മുതലുള്ള എല്ലാ സ്ഥലത്തും എന്താണ് എഫിൻ്റെ വാല്യൂ 0 ആയതുകൊണ്ട് ഈ ഇൻ്റഗ്രൽ മൊത്തത്തിൽ എന്തായി മാറും? ഈ ഇൻ്റഗ്രൽ മൊത്തത്തിൽ 0 ആയിട്ട് മാറിയിട്ട് ഇൻ്റഗ്രൽ 0 to a മാത്രം അവിടെ എഴുതിയാൽ മതി. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയേക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ കൺഫ്യൂഷൻ വരരുത്. ഫോർമുലയിൽ ഒറിജിനൽ ഫോർമുലയിൽ ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ആണ്. ഇവിടെ നമ്മൾ ഇൻ്റഗ്രൽ 0 to a വരെ എഴുതാൻ കാരണം എക്ക് ശേഷം എഫുകളെല്ലാം 0 ആയിപ്പോകും. എ വരെയുള്ള സ്ഥലത്ത് എഫിൻ്റെ വാല്യൂ എന്താണ്? കെ ആണ്. അപ്പോൾ ആ വാല്യൂ ആണ് നമ്മളിവിടെ ഔട്ട് സൈഡിൽ എഴുതിയേക്കുന്ന കെ. ഓക്കെ, കെ എന്നുള്ളത് ഇൻ്റഗ്രേഷൻ്റെ അകത്താണ് വരിക. കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമ്മൾ പുറത്തെടുത്തു. ബാക്കി ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഇതാണ് ആൻസർ. അതുപോലെ തന്നെ എഫ് എസ് ക്യാപ്പ് ഓഫ് ഒമേഗയും ഇങ്ങനെ തന്നെ വരും. ഓക്കെ, ഇതാണ് ആൻസർ. ക്ലിയർ അല്ലേ? ഒരു ക്വസ്റ്റ്യൻ കൂടെ അടുത്തത്, ഫ്യൂരിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് ദി എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ e⁻⁻x ആണ് ഇവിടെ തന്നേക്കുന്നത്. e⁻⁻x ആണ് നമ്മുടെ എഫ് ഈക്വൽ ടു e⁻⁻x. അതിൻ്റെ ഫ്യൂരിയർ കൊസൈൻ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ എഫ് സി ക്യാപ്പ് അല്ലേ. എഫ് സി ക്യാപ്പിനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യാറുണ്ട്? അതിനെ നമ്മൾ സ്ക്രിപ്റ്റ് എഫ് സി എന്നും ഡിനോട്ട് ചെയ്യാറുണ്ട്. ഇവിടെ അപ്പോൾ അങ്ങനെയാണ് ചോദിച്ചേക്കുന്നത്. ഫൈൻഡ് സ്ക്രിപ്റ്റ് എഫ് സി ഓഫ് എഫിൻ്റെ സ്ഥാനത്ത് എന്താ കിടക്കുന്നത്? എഫിൻ്റെ സ്ഥാനത്ത് കിടക്കുന്നത് e⁻⁻x ആണെന്നുള്ളത്. അതായത് നമ്മൾ ഈ നൊട്ടേഷൻ നോക്കിക്കുക, എഫ് സി ക്യാപ്പിന് പകരം നമ്മൾ സ്ക്രിപ്റ്റ് എഫ് സി എന്ന് എഴുതാറുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ആക്ച്വലി എന്ത് തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്? എഫ് സി ക്യാപ്പ് ഓഫ് ഒമേഗ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഫോർമുല നോക്കാം. നമുക്കറിയാം എഫ് സി ക്യാപ്പിൻ്റെ ഫോർമുല എന്താണ്? √2/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താണ്? e⁻⁻x. ബാക്കി കോസ് ഒമേഗ എക്സ് ഡി എക്സ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഒക്കെ അപ്ലൈ ചെയ്ത്, അതായത് ഇവിടെ പ്രോഡക്റ്റ് ആയിട്ടല്ലേ കിടക്കുന്നത്. e⁻⁻x ഇൻറ്റു കോസ് ഒമേഗ എക്സ് എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാമെന്ന് നമ്മൾ ഇതിന് മുമ്പുള്ള പ്രോബ്ലത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതേ മെത്തേഡ് നോക്കുക. ആ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആൻസർ ഇങ്ങനെ വരും. അതിനുശേഷം നമ്മൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുമ്പോൾ ഫൈനൽ ആൻസർ √2/π ഡിവൈഡഡ് ബൈ 1 + ω² എന്ന് വരും. ഓക്കെ, ഞാൻ വീണ്ടും ആ ഇൻ്റഗ്രേഷൻ്റെ സ്റ്റെപ്പ് പറയാത്തത് നമ്മൾ ഇതിന് മുമ്പ് എക്സ്പോണൻഷ്യലും കോസും കൂടെ വരുന്ന പ്രോഡക്റ്റിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫ്യൂരിയർ കൊസൈൻ ഇൻ്റഗ്രലും ഫ്യൂരിയർ സൈൻ ഇൻ്റഗ്രലും ഒക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലംസ് കൂടുതൽ ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഫോർമുല പഠിച്ചാൽ മതി, ഡെറിവേഷൻ പഠിക്കേണ്ട. ഫോർമുല യൂസ് ചെയ്ത് പ്രോബ്ലം ചെയ്യാനായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.